വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ലിയോ ലാബിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരുപാട് ഡൗട്ടുകൾ പലരും നമുക്ക് കമൻസ് ആയിട്ട് മെസ്സേജ് ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. ഈ അടുത്തായിട്ട് ഞാൻ ഒരാളുമായിട്ട് ഒരു കോൺവെർസേഷൻ നടത്തി. അതൊരു വലിയ കോൺവെർസേഷൻ ആയിട്ട് മാറി. കാരണം ആ ഡോഗിന് എന്താണ് പ്രശ്നം എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പോൾ അതിൻ്റെ ഒരു ചുരുക്കമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യം കൂടി ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇൻഡോറിൽ വളർത്തുന്ന ഒരു ഡോഗാണ്. ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ അവർ ചെയ്തു. പക്ഷേ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സ്കിൻ ഇൻഫെക്ഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് റെഡ് കളർ റാഷസ് അടിയിൽ ഫുൾ വരുന്നു, അവിടെയുള്ള മുടി നന്നായിട്ട് പോകുന്നുണ്ട്, എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും ചൊറിച്ചിലാണ്. ഇതിനൊരു പരിഹാരമില്ല. അവർ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ എടുത്തു. അപ്പോൾ എൻ്റെ അറിവിൽ ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് അവരോട് ചോദിച്ചു. ടിക്സ് ഉണ്ടോ, ചളിയിൽ കളിക്കാറുണ്ടോ, വെള്ളത്തിൽ കിടക്കാറുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് അവർ പറയുന്നത് അല്ല, ഇൻഡോറിലാണ് വളർത്താറുള്ളത്, നല്ല അടിപൊളിയായിട്ടാണ് വളർത്തുന്നത്, അവർ കൊടുക്കുന്ന ഫുഡാണെങ്കിലും എല്ലാം ഓക്കെയാണ്. പിന്നെ ഒരു റീസൺ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. ആൻഡ് ഫൈനലി ഞാൻ അവരോട് ചോദിച്ചൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫ്ലോർ ക്ലീനിങ് സൊല്യൂഷൻ എന്താണെന്നുള്ളതാണ്. അപ്പോൾ അവർ വളരെ കൂളായിട്ട് പറഞ്ഞത് നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന ഡിസിൻഫെക്റ്റൻ്റ് തന്നെയാണ് നമ്മളിവിടെ ഇവരുടെ ഫ്ലോർ ക്ലീനിങ്ങിന് യൂസ് ചെയ്യുന്നതെന്ന്. അപ്പോഴാണ് എനിക്ക് അതിനുള്ളൊരു ഉത്തരം കിട്ടിയത്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സ്കിൻ ഇൻഫെക്ഷൻ വരാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്ലോർ ക്ലീനിങ് സൊല്യൂഷൻ ഇവർക്ക് യൂസ് ചെയ്യുമ്പോഴാണ്. അങ്ങനെ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ലൈഫ് ലോങ് നമ്മുടെ പെറ്റ്സിന് സ്കിൻ ഇൻഫെക്ഷൻ വരും. അത് ഇപ്പോഴും പല പെറ്റ് പാരൻസിനും അറിയാത്തൊരു കാര്യമാണ്. നമുക്ക് യൂസ് ചെയ്യുന്ന ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഇവർക്ക് യൂസ് ചെയ്യാൻ പാടില്ല. ഇവരുടെ ടവൽ ക്ലീൻ ചെയ്യാനാണെങ്കിലും ഇവരുടെ പാത്രം കഴുകാനാണെങ്കിലും ഇവർ കിടക്കുന്ന ഫ്ലോർ ക്ലീൻ ചെയ്യാനാണെങ്കിലും നമ്മൾ പെറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ യൂസ് ചെയ്യുന്ന ഡെറ്റോൾ, ലൈസോൾ അല്ലെങ്കിൽ സോപ്പ് പൗഡർ ആവട്ടെ, ഇങ്ങനത്തെ പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ ഇവരുടെ ഫ്ലോറിൽ യൂസ് ചെയ്യുമ്പോഴും ഇവർ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിൽ ഇവരുടെ ടോയ്സ് വരെ കഴുകാൻ വേണ്ടിയിട്ട് നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നല്ല രീതിയിലുള്ള സ്കിൻ ഇൻഫെക്ഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. എസ്പെഷ്യലി അവരുടെ അടിഭാഗത്ത്, അതായത് ഫ്ലോറുമായിട്ട് ടച്ച് ആവുന്ന ഭാഗത്ത് നല്ലോണം സ്കിൻ ഇൻഫെക്ഷൻ വരും. അതായത് റെഡ് കളറിലുള്ള റാഷസ് ആയിട്ടാണ് ആദ്യം നമുക്ക് കാണാൻ പറ്റുന്നത്. ആദ്യത്തെ ഒരു സിംറ്റം എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഇവർ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ അത് റെഡ് കളറിലുള്ള റാഷസ് ആയിട്ട് മാറും. പിന്നെ അവിടെയുള്ള മുടി, ഹെയർ കംപ്ലീറ്റ് ആയിട്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ചിലപ്പോൾ ഇവരുടെ ആ ഒരു അടിഭാഗത്തു നിന്നായിരിക്കാം. പക്ഷേ പിന്നീട് നമ്മളത് അങ്ങനെ വിട്ട് ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യുന്നില്ല, ഇതിനൊരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ ബോഡിയിലോട്ട് ഫുള്ളായിട്ട് അത് സ്പ്രെഡ് ആവാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അങ്ങനെ സ്പ്രെഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഹെയർ ഒന്നും കാണില്ല, മൊത്തം ഇവരുടെ സ്കിന്ന് മാത്രമേ കാണുള്ളൂ. അത് നല്ല റെഡ് കളറായിരിക്കും. ഇങ്ങനത്തെ ഒരു ഡോഗിനെ എനിക്കറിയാം, പേഴ്സണലി എനിക്കറിയാം. ഇപ്പോൾ അവർ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകളും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ടാവുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. അതിലെ ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള കാര്യം നമ്മൾ പെറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫ്ലോർ ക്ലീനിങ് സൊല്യൂഷൻസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പറഞ്ഞിട്ടുള്ള ഈ ഒരു ബുദ്ധിമുട്ടിനെ നമുക്ക് അലർജിക് ഡെർമറ്റൈറ്റിസ് എന്ന് മാറ്റി വെക്കാം. അതിലാണ് ഈ റാഷസും കാര്യങ്ങളൊക്കെ വരുന്നത്. രണ്ടാമത്തെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ റാഷസ് കാരണം ഇവർ ചൊറിയുന്നത് കാരണം ഇവർക്ക് ഉണ്ടാകുന്ന ഹെയർ ലോസ് ആണ്. അത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടായിട്ട് മാറും. മൂന്നാമത്തെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ഫ്ലോർ ക്ലീനിങ് സൊല്യൂഷൻ ഇവർക്ക് പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലോർ ക്ലീനിങ് സൊല്യൂഷനിൽ ഒരുപാട് കെമിക്കൽസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ കെമിക്കൽസ് നമുക്ക് സേഫാണ്, പക്ഷേ ഇവർക്ക് സേഫ് അല്ല. അത് കാരണം ആ കെമിക്കൽസിൻ്റെ റിയാക്ഷൻ കാരണം ഇവരുടെ ബോഡിയിൽ ബേൺസ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അതും ഇവരെ സംബന്ധിച്ച് സ്കിൻ ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള ഒരു റീസൺ ആണ്. പിന്നെ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ റാഷസ് വന്നത് കാരണം ഇവർ നല്ല രീതിയിൽ ചൊറിയുന്നത് കാരണം അവിടെ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ പൊട്ടിക്കഴിയുമ്പം അത് ഇൻഫെക്ഷനായിട്ട് മാറിയിട്ട് അവിടെ ബാക്ടീരിയാസ് വന്ന് നിൽക്കാം. അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഇവർക്ക് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഒരു പ്രതിവിധി എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്ലോർ ക്ലീനിങ് സൊല്യൂഷൻ ഇവർക്ക് യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. സോ 3 ഫേവറേറ്റ് ബ്രാൻഡ്സ് ആണ് എനിക്കുള്ളത്. ഞാൻ പേഴ്സണലി ലിയോ ലാബിക്ക് വേണ്ടിയിട്ട് ഈ 3 ബ്രാൻഡ്സ് മാറ്റിയാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഞാൻ തുടർച്ചയായിട്ട് വാങ്ങിക്കുന്ന ഒരു ബ്രാൻഡാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ എസ്പെഷ്യലി ഒരു വീഡിയോ ആയിട്ട് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് കിട്ടുന്നുണ്ട്. സാധാരണ ഞാൻ യൂസ് ചെയ്യുന്ന മറ്റ് 2 ബ്രാൻഡിനെ വെച്ച് നോക്കുമ്പോൾ ഈ ബ്രാൻഡിന് വില വളരെ കുറവാണ്, എന്നാൽ അതിൻ്റെ ഗുണം നല്ല രീതിയിൽ ഉണ്ട് താനും. അതുകൊണ്ട് ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ആ പ്രൊഡക്റ്റ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സിറ്റ് ഔട്ടിലാണ് ഇവർ കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. അതുകൊണ്ട് ഇത് എപ്പോഴും ഹൈജീൻ ആയിട്ട് വെക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചൊരു ടാസ്ക്. അവർ ഏറ്റവും മിനിമം സമയം ചെലവഴിക്കുന്നത് അവരുടെ കൂട്ടിലാണ്. എന്നാലും നമ്മളടുത്ത് പലരും മെസ്സേജ് അയച്ച് ചോദിക്കുന്നതാണ് എന്തിനാണ് അവരെ എപ്പോഴും കൂട്ടിലിടുന്നതെന്ന്. പക്ഷേ അങ്ങനെയല്ല, അവർക്ക് കുറച്ച് ടൈമിങ്സും കാര്യങ്ങളും ഉണ്ട്. അതേപോലെയാണ് നമ്മൾ അവരുടെ ലൈഫ്
പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് സമയമൊക്കെ അവർ കൂട്ട് തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ ലിയോൻ്റെ കൂടാണ്, ഇത് നമ്മുടെ ലാവിക്കുട്ടിയുടെ കൂടാണ്. അപ്പോൾ ഇത് രണ്ടും ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ആ ഒരു ഹൈജീൻ ലിക്വിഡ് ആവശ്യമുണ്ട്. പിന്നെ അവരുടെ ടോയ്സ്, ഈ ടോയ്സ് എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക്. പക്ഷേ ഈ ഒരു ടോയ്സും തന്നെ എത്രത്തോളം സ്കിൻ ഇൻഫെക്ഷൻ അവരുടെ ബോഡിയിൽ വരാമെന്ന് നിങ്ങൾക്ക് അറിയോ. അതുകൊണ്ട് വീക്ക്ലി വൺസ് അവരുടെ ടോയ്സ് ഞാൻ ക്ലീൻ ചെയ്യാറുണ്ട്. അതും ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്യാറുള്ളത്. സോ നമ്മുടെ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ പ്രൊഡക്റ്റ് കാണുന്നുണ്ടാവും. എക്കോ ക്ലെൻസർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ കെനൽ ഹൈജീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലിക്വിഡാണ് ലിയോ ലാവിയുടെ ഫ്ലോർ ക്ലീൻ ചെയ്യാനായിട്ടും കേജ് ക്ലീൻ ചെയ്യാനായിട്ടും അവരുടെ ടോയ്സ് ക്ലീൻ ചെയ്യാനായിട്ടും ഒക്കെ ഞാൻ യൂസ് ചെയ്യുന്നത്. സോ നിങ്ങളിൽ പല ആളുകൾക്കും ഇപ്പോൾ ഒരു ഡൗട്ട് വന്നേക്കാം, ഇതിനിപ്പോൾ എന്താ പ്രത്യേകത, ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ലേന്ന്. ഒരിക്കലും ലിയോ ലാവിക്ക് യൂസ് ചെയ്യാത്ത ഒരു പ്രൊഡക്റ്റും നമ്മൾ പ്രൊമോഷൻ വീഡിയോ ആയിട്ട് ചെയ്യാറില്ല. ഇവർക്ക് യൂസ് ചെയ്ത് നല്ലതാണെന്ന് തോന്നുന്നത് മാത്രമാണ് നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈ എക്കോ ക്ലെൻസറിൻ്റെ ബ്രാൻഡിൻ്റെ പ്രൊഡക്ഷൻ വരുന്നത് നമ്മുടെ സ്വന്തം കേരളത്തിലാണ്. സോ നമ്മുടെ നാട്ടിൽ നിന്ന് ഇത്രയും ക്വാളിറ്റിയിലുള്ള ഒരു പ്രൊഡക്റ്റ് ഒരു ടീം ഇറക്കുമ്പോൾ നമ്മൾ അവരെ പ്രൊമോട്ട് ചെയ്യാണ്ടിരിക്കുന്നത് മോശമല്ലേ. പിന്നെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റും കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുന്നത്. 5 ഫ്രാഗ്രൻസിൽ അവൈലബിൾ ആണ്. ലെമൺ, ലെവാൻഡർ, സാൻഡൽവുഡ്, റോസ് ആൻഡ് നീം, ഇങ്ങനെ 5 ഫ്ലേവറിൽ ഇത് അവൈലബിൾ ആണ്. ഇനി നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പ്രൈസ് പറയുമ്പം നിങ്ങൾ ഞെട്ടരുത്. കാരണം ഞാൻ ഇതിനു മുമ്പ് 2-3 ബ്രാൻഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പ്രൈസ് എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു, നമുക്ക് താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു എക്കോ ക്ലെൻസർ ബ്രാൻഡിൻ്റെ കെനൽ ഹൈജീൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 500 ml വെറും 250 രൂപയേ ഉള്ളൂ. എന്നെ സംബന്ധിച്ച് ഇത് എനിക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് തന്നെയാണ്. ഞാൻ 600 രൂപേൻ്റെയും 800 രൂപേൻ്റെയും ഒക്കെ കെനൽ വാഷാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പം എനിക്കിത് ഭയങ്കര അഫോർഡബിൾ പ്രൈസാണ്. സോ നമ്മളിത് യൂസ് ചെയ്യാറുള്ളത്, ഒരു കപ്പ് ഈ ഒരു ലിക്വിഡ് എടുക്കും, എന്നിട്ട് അതിലോട്ട് 2 ലിറ്റർ വെള്ളം ഒഴിക്കും. അങ്ങനെയാണ് ഇത് ഡൈല്യൂട്ട് ചെയ്യുന്നത്. ഇത് വെച്ച് നമ്മൾ ലിയോൻ്റെ കൂട് കഴുകാൻ പോവാണേ. നമ്മൾ ഇവരുടെ കൂട് ഈ ഒരു രീതിയിലാണ് ക്ലീൻ ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് ഈ ലിക്വിഡ് വെച്ചിട്ട് മോപ്പ് വെച്ചിട്ട് തുടച്ചെടുക്കുകയും ചെയ്യാം. സ്പ്രേ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഏത് ഫോമിലും ഇത് യൂസ് ചെയ്യാം. നമ്മളിങ്ങനെയാണ് കൂട് കഴുകാറുള്ളത്. എല്ലാം ഫ്രാഗ്രൻസും അടിപൊളിയാണ്. നല്ല രീതിയിൽ കുറേ നേരം സ്മെല്ല് നിൽക്കാറുണ്ട്. അപ്പോൾ പുറത്ത് ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കൂട് ഇതൊക്കെ വെച്ച് കഴുകുമ്പോൾ ഇവരുടെ യൂറിൻ്റെ സ്മെല്ലോ സ്റ്റൂളിൻ്റെ സ്മെല്ലോ ഒന്നും അറിയില്ല. നല്ലൊരു ഫ്രാഗ്രൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ചൂസ് ചെയ്തത് ഇപ്പോൾ സാൻഡൽവുഡാണ് കേട്ടോ. എക്കോ ക്ലെൻസറിൻ്റെ കെനൽ ഹൈജീൻ എന്ന് പറയുന്ന ഈ ഒരു ലിക്വിഡ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ആമസോണിൽ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയും നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ ഡയറക്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. ആ വഴി നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം. അപ്പോൾ ആമസോൺ ലിങ്കും വെബ്സൈറ്റ് ലിങ്കും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇവരുടെ കൂടും ഇവരുടെ ഈ ഒരു ഏരിയ ഒക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു ദിവസമാണ്. പിന്നെ ഇനി ലിയോ ലാവിനെ കുളിപ്പിക്കണം. അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട്. ഞങ്ങൾ 1 by 1 ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ പ്രൊഡക്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് കരുതിയത്. അപ്പോൾ അതുമായി ഇവിടെ രണ്ടുപേരും നല്ല സ്നേഹത്തിലാണ്. കാരണം ഒരു വലിയ അടി കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം ബൈ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യണം. പിന്നെ ഈ വീഡിയോ എല്ലാ പെറ്റ് പാരൻസിലോട്ടും ഷെയർ ചെയ്യാൻ മറക്കരുത്. ബൈ.